സോറി സാർ, സ്റ്റേഷനിലെ ചിലർ പറഞ്ഞ് ഇവിടെ കല്യാണമാണെന്ന് അറിഞ്ഞിരുന്നു. പക്ഷേ ഐ ആം സോ സോറി. എന്താ മാത്യൂസേ? ഞങ്ങൾ വന്നത് വിനയചന്ദ്രനെ അറസ്റ്റ് ചെയ്യാനാ. അറസ്റ്റോ? അതെ, ആ അലക്സിയുടെ ഇടപാടിൽ എന്തെങ്കിലും പരിഹാരം കാണണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? നിങ്ങളൊന്നും ചെയ്തില്ല. ഇന്ന് മുകളിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായി. കുറെ പഴിയും കേട്ട് ഞാൻ. നിർവാഹമില്ലാതെ വന്നപ്പോ വഞ്ചനാക്കുറ്റത്തിന് കേസ് ചാർജ് ചെയ്യേണ്ടി വന്നിരിക്കുക. ഇനി വിനയചന്ദ്രനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും നിർവാഹമുള്ളൂ. അതിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സർ, പക്ഷെ ഞാനിപ്പോ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. സർ പ്ലീസ്, ഈ ദിവസം ഏട്ടൻ എവിടുന്ന് കൊണ്ടുപോകരുത്. എന്റെ മോനെ ഒന്ന് കൊണ്ടുപോവല്ലേ സാറേ, അത് വല്ലാത്ത ദോഷ. ആരും തടസ്സം പറയരുത്. സോറി, എനിക്ക് മറ്റു മാർഗമില്ല. കൊണ്ടുപോയേ പറ്റൂ. മാത്യൂസ് പ്ലീസ്, എന്റെ ഒരു ജാമ്യത്തിൽ വിനയനെ നാളെ സ്റ്റേഷനിൽ ഹാജരാക്കിക്കൊള്ളാം. ഞാൻ ഇന്നൊരു ദിവസത്തേക്ക് നടക്കില്ല സാറേ. അതാ ഞാൻ മുൻകൂർ സോറി പറഞ്ഞത്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയില്ലെങ്കിൽ എന്റെ തൊപ്പി പോന്ന കേസാ. അതുകൊണ്ട് സാറ് തന്നെ എല്ലാവരോടും എന്റെ ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കരുതെന്ന് പറയണം. സർ, ഇതെന്റെ താലിച്ചരടിന്റെ പ്രശ്നമാണ്. മാംഗല്യം കഴിഞ്ഞ് നിലവിളക്കും വാങ്ങി ഗൃഹപ്രവേശം നടത്തി മധുരം കഴിച്ച രുചിയാ എന്റെയും ഭർത്താവിന്റെ നാവിൽ. മനഃപൂർവ്വം ആരെയും ചതിക്കുന്ന ആളല്ല വിനയേട്ടൻ. ഇന്നിവിടെ നിന്നും കൂടുതൽ പറയണമെന്നില്ല. ഇനിയും നിങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ ബലപ്രയോഗത്തിലൂടെ ഞങ്ങൾക്ക് വിനയേന്ദ്രനെ കൊണ്ടുപോകേണ്ടി വരും. അത് വേണ്ട സർ, കൂടെ വരാൻ ഞാൻ റെഡിയാണ്. ഇത് മനഃപൂർവ്വം നടന്നിരിക്കുന്ന ഒരു കളിയാണ്. അലക്സിയുടെ ഫാദർ സമൂഹത്തിലും രാഷ്ട്രീയത്തിലും വളരെ പിടിപാടുള്ള ഒരു ലീഡിംഗ് അഡ്വക്കേറ്റാണ്, പോത്തൻ സക്കറിയ. ആ മനുഷ്യൻ മകനു വേണ്ടി മറഞ്ഞു നടത്തിയിരിക്കുന്ന കളി നിങ്ങൾക്കറിയാലോ. നമ്മുടെ നിയമം പുസ്തകങ്ങളിൽ എഴുതി വയ്ക്കപ്പെട്ട വാക്കുകളും വകുപ്പുകളുമാണ്. അതിന് കണ്ണും മൂക്കും നാക്കും ഹൃദയവും ഒന്നുമില്ല. കരച്ചിലും സങ്കടങ്ങളും ഒന്നും കേൾക്കില്ല. കല്യാണവും ഇല്ല, മരണവും ഇല്ല. ഈ സാർ അത് അനുസരിക്കുന്നുവെന്ന് മാത്രം. സാറിനെ ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ പോവാ. ബാക്കി എന്താ വേണ്ടതെന്ന് നിങ്ങൾ കൂടി ആലോചിച്ചാൽ മതി. വിനയേട്ട, എന്നാലും എന്റെ അലക്സി, നിന്റെ ചെയ്ത്തൊരു വല്ലാത്ത ചെയ്ത്തായി പോയി. സമ്മതിച്ചു വന്നിരിക്കുന്നു. എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. എന്തൊക്കെ പറഞ്ഞാലും അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയില്ലേ, അത് തടയണമായിരുന്നു. അത് നടന്നില്ലല്ലോ. താലി എന്തോന്ന് താലി? ഒരു തരി പൊന്നും മാലയും ഒറ്റ വലിക്കങ്ങ് പൊട്ടിച്ച് കളഞ്ഞ അത്രേ ഉള്ളൂ. അവരവളുടെ ശരീരം കിട്ടിയില്ല, അത് ഞാൻ തടയിട്ടു.
അവൻ മണിയറയിൽ കേറുന്നതിന് മുമ്പ് തടവറയിലായില്ലേ? അതാണ് അലക്സി. അലക്സിയുടെ കൊക്കിന്ന് ഒരു ഇരയെ കൊത്തിക്കൊണ്ട് പോയി വേറൊരുതനും അനുഭവിക്കത്തില്ല. അത് ഞാൻ സമ്മതിച്ചു. ഇവ എന്റെ മുന്നിൽ നിന്ന് ഒറ്റ ഫോൺ കോൾ ചെയ്തിട്ടുള്ളൂ. മിനിറ്റുകൾക്കുള്ളിൽ പോലീസുകാർ ഇലഞ്ഞിക്കൽ തറവാട്ടി കയറി വിനയനെ പൊക്കിക്കൊണ്ടുപോയി. ഇവന്റെ അപ്പന്റെ സ്വാധീനം എനിക്കങ്ങ് ബോധിച്ചു. അപ്പൻ എന്റെ അപ്പനാ ഷാദിക്ക. എനിക്ക് കൊണ്ടാ എന്റെ അപ്പനും നോവും. അവൻ എന്റെ ചങ്ങാതി ആയിരുന്നപ്പോ അപ്പനും കൂടെ സമ്മതിച്ച അവന് ഞാൻ ലക്ഷങ്ങൾ കൊടുത്തത്. പക്ഷെ ചെറ്റത്തരം കാണിച്ച എനിക്കും അപ്പനും സഹിക്കാൻ പറ്റത്തില്ല. പാവം, ആദ്യ രാത്രിയിൽ നവവധൂരുടെ കഴിയേണ്ട വിനയൻ ലോകപ്പിൽ കൊടുത്ത് കൊതുകടി കൊള്ളുന്നു. അവളെ കടത്തിക്കൊണ്ട് വന്ന് കല്യാണം കഴിച്ചത് എന്നെ തോൽപ്പിക്കാൻ. അപ്പോഴൊന്നും അവന് വിവാഹ സമ്മാനമായി ഇത്രയും വലിയ തോൽവി കൊടുക്കുമെന്ന് അവൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നീ വിജയം ആഘോഷിക്കുമ്പോഴും രണ്ടാമോ ഒന്ന് ആലോചിക്കുമ്പോ നീ ചെയ്തത് അല്പം കൂടിപ്പോയെന്നൊരു സംശയം. ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ച് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് വിനയന്റെ കൂടെ ജീവിക്കാൻ ആ വീട്ടിലേക്ക് കയറിയതാ ആ രോഹിണി. അപ്പോഴേക്കും അവൻ ആ വീട്ടിൽ നിന്ന് ലോക്കപ്പിലുമായി. വല്ലാത്തൊരു വിധി തന്നെ അവൾക്ക്. അയ്യോടാ, ഇങ്ങനെ ഒരു പാവം പറിച്ചിട്ട് നോക്കിയേ. അവളെ ഓർത്ത് ഇക്കാക്ക് അത്രയ്ക്ക് സങ്കടം ഉണ്ടെങ്കില് അവളെ പോയി ഇങ്ങ് കൂട്ടിക്കൊണ്ട് വാ. തൽക്കാലത്തേക്ക് മാത്രമായിട്ട് ഒരു ജീവിതം ഞാനങ്ങ് കൊടുത്തേക്കാം. ഒരു 2 ആഴ്ചത്തേക്ക്. എന്ത് പറയുന്നു? അത് സൂപ്പർ ഐഡിയ. ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങോട്ട് വിട്ടേക്ക്. ഞാൻ കൊടുത്തേക്ക 1-2 ആഴ്ചത്തെ ജീവിതം. കൊലച്ചു നടത്തെല്ലാരും. അതെ, വിനയനെ പോലീസ് നാളെ കോടതിയിൽ ഹാജരാക്കും. ഒരുപക്ഷെ അവൻ നാളെ തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയെന്നും വരും. ജാമ്യം ഒരു ദിവസം താമസിച്ചാലും അവൻ അവളെ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാ. അവന് ജാമ്യം കിട്ടൂലെന്നുള്ളത് ഉറപ്പാണ്. പപ്പ അതിനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവന്റെ പേരില് പോലീസ് ചാർത്തി വെച്ചിരിക്കുന്ന വകുപ്പ് കുറച്ച് കട്ടിയാണ്. നാളെ അവനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാ. പിന്നീടുള്ള 14 ദിവസങ്ങൾ മതി അലക്സിക്ക് രോഹിണിയെ അവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ച് എന്റെ ഈ കാൽ കീഴിൽ എത്തിക്കും ഞാൻ. അവന്റെ സർവനാശം കണ്ടിട്ട് ഈ അലക്സി വിശ്രമിക്കൂ എന്നർത്ഥം. നിങ്ങൾ നോക്കിക്കോ, വിനയന്റെ കഥ നാളെ കഴിയും. അന്നത്തെ പാർട്ടി ഇതുപോലെയൊന്നും ആയിരിക്കില്ല, ഗ്രാൻഡ് ആയിരിക്കും. ഈ വീട് മുഴുവൻ അലങ്കരിച്ച് മാലപ്പടക്കം പൊട്ടിച്ചിട്ടുള്ള ഗ്രാൻഡ് പാർട്ടി ആയിരിക്കും. എന്താ വേണ്ട? വക്കീൽ എന്തു പറഞ്ഞു മോളെ? ജാമ്യത്തിന് വേണ്ടി പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞു. സാധ്യത പക്ഷെ കുറവാണെന്നും. അപ്പോ നമ്മുടെ മോന് ജാമ്യം കിട്ടില്ലല്ലേ? അതെങ്ങനെയാ ഭാഗി വിസ്മയ്ക്ക് പറയാൻ കഴിയുന്നത്? കോടതിയല്ലേ ജാമ്യം തീരുമാനിക്കുന്നത്. പാവം കുട്ടി ആരെയൊക്കെയോ വിളിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ കൊണ്ട് കരഞ്ഞും സങ്കടം പറഞ്ഞിരിക്കാനല്ലേ പറ്റൂ. വല്ലതും നടക്കണമെങ്കിൽ പണം വേണം, അല്ലെങ്കിൽ സ്വാധീനം വേണം. നമുക്കതില്ല, അത്ര തന്നെ. എന്നാലും വിനയൻ എങ്ങനെ ഒരു ഗതികേട് വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? സ്വപ്നത്തിലും സങ്കല്പത്തിലും ഇല്ലാത്ത കാര്യമല്ലേ ഈ ലോകകപ്പ് കയറ്റം. ഏട്ടന്റെ കല്യാണം കഴിയാത്തതിനായിരുന്നല്ലോ അമ്മയുടെ വേവലാതി മുഴുവൻ.
കല്യാണം കഴിഞ്ഞപ്പോ സന്തോഷായില്ലേ? ഹാ, എല്ലാ വേവലാതിയും തീർന്നു. ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോ ഏട്ടൻ പുറത്തായി. നല്ല ശകുനം. ശകുനത്തിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. എന്നാലും പണ്ടുള്ളവര് പറയണത് ശരിയാണെന്ന് വേണം കരുതാൻ. വീട്ടിൽ സന്തോഷവും സമാധാനവും വേണമെങ്കിൽ അത് അനുഭവിക്കാനുള്ള ഭാഗ്യം വീട്ടിൽ വന്നു കയറുന്ന കുട്ടിക്കും വേണം. ഇവിടെ അതില്ലാതെ പോയി, അത്ര തന്നെ. ഒന്നും ആലോചിക്കാതെ കുഞ്ഞേച്ചി പറയുന്നതും കേട്ട് എടുത്തു ചാടി കെട്ടിക്കൊണ്ടു വന്നോണ്ടല്ലേ. ഇനി എല്ലാരും കൂടെ അനുഭവിച്ചോ, അത്ര തന്നെ. വാ ഇടയ്ക്കിടെ അസത്തെ. എന്റെ പൊന്നു വീണേ, നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? രോഹിണി ചേച്ചി കല്യാണം കഴിച്ചതുകൊണ്ടാണോ ഏട്ടൻ ഇത്രയും സാമ്പത്തിക ബാധ്യത ഉണ്ടായത്? അല്ല, ഇന്നലെ വരെ ഏട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയതും ചെലവഴിച്ചതും മുഴുവൻ നമുക്ക് വേണ്ടിട്ടാ. ആ ബാധ്യതയുടെ പേരിൽ മാത്രമാണ് ലോക്കപ്പിൽ പോവേണ്ടി വന്നത്. ഇക്കാര്യത്തില് രോഹിണി ചേച്ചിക്ക് ഒരു പങ്കുമില്ല, ഒരു പങ്കും. വിവാഹ ദിവസം തന്നെ ഭർത്താവ് ജയിലിൽ പോകേണ്ടി വന്ന ഒരു ഭാര്യയ്ക്കും സഹിക്കില്ലമ്മേ. രോഹിണി ചേച്ചി ഈ സങ്കടത്തിലേക്ക് തള്ളിവിട്ടതില് നമുക്കാണ് പങ്കുള്ളത്. രോഹിണി ചേച്ചിക്ക് ഇങ്ങോട്ടല്ല. എല്ലാ രീതിയിലും ഏട്ടനെ കടക്കാരനാക്കിയത് നമ്മൾ മാത്രമാണ്. എന്നിട്ടും ഒന്ന് ഉറക്ക കരയ പോലും ചെയ്യാതെ നിങ്ങളൊക്കെ പറയുന്ന കുത്തുവാക്കം കേട്ട് എല്ലാം സഹിച്ചു നിൽക്കുന്ന രോഹിണി ചേച്ചിയുടെ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. അമ്മയുടെ 3 പെൺമക്കളും നാളെ 3 വീട്ടിലേക്ക് പോകേണ്ടവരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഏട്ടൻ കൈപിടിച്ചു കൊണ്ടുവന്ന ചേച്ചിയെ കുറ്റപ്പെടുത്താൻ. എന്തായാലും നിങ്ങൾ ഈ കാണിച്ചത് മോശമായി പോയി, വളരെ മോശം. ചേച്ചി വാ, വന്നേ. ചേച്ചി, ചേച്ചി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇത് അലക്സി മനഃപൂർവ്വം ഏട്ടനെ പെടുത്തിയതാ. അതിന്റെ കാരണം മാത്രമേ എനിക്ക് മനസ്സിലാവാതെ ഉള്ളൂ. പിന്നെ ഇവിടെ എല്ലാവരും സങ്കടത്തിലാണെന്ന് അറിയാലോ. ആ സങ്കടത്തിൽ എന്തൊക്കെയോ പറഞ്ഞേ ഉള്ളൂ. അതൊന്നും കേട്ടിട്ട് ചേച്ചി വിഷമിക്കണ്ട. എന്തുകൊണ്ടാ തിടുക്കത്തിൽ നിങ്ങളുടെ കല്യാണം നടത്തിയെന്ന് അറിയുന്ന ഒരാള് ഞാൻ മാത്രമാ. ദേ, മനസ്സിനൊന്നും അധികം സ്ട്രെസ് കൊടുക്കരുത്. വയറ്റിൽ ഒരാളുണ്ട്. കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ സാഹസമൊക്കെ കാണിച്ച് കല്യാണം നടത്തിയത്. അറിയാം, എല്ലാം അറിയാം എനിക്ക്. പക്ഷെ ഇപ്പൊ തോന്നുന്നത് നീ എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടായിരുന്നു എന്നാ. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്ന് കയറിയപ്പോഴല്ലേ വിനയേട്ടൻ ഈ ഗതി വന്നത്. അവിടെ അമ്മയൊന്നും പറയുന്നതിനെ കുറ്റപ്പെടുത്താനാവില്ല. ഇതൊക്കെ ഏതൊരമ്മയായാലും പറഞ്ഞു പോകുന്നതാ. രോഹിണി, മോൾ എന്നോട് ക്ഷമിക്കണം. അയ്യോ അമ്മ, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് സങ്കടം കൂടുകയുള്ളൂ. സത്യം പറഞ്ഞ നിന്നോടെന്തെങ്കിലും വിരോധം ഉണ്ടായിട്ട് പറഞ്ഞതല്ല. വിനയനെ പോലീസ് കൊണ്ടുപോയതിന്റെ വേവലാതിയില് എന്തൊക്കെയോ പറഞ്ഞു.
എന്റെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്ത 2 കാര്യങ്ങളാണ് ദൈവം എന്നോട് കാണിച്ചത്. ഒന്ന്, ഇവരുടെ അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതിനുശേഷം മനസ്സ് വല്ലാതെ തളർന്നു പോയത് എന്റെ മോനെ പോലീസ് കൊണ്ടുപോകുന്ന കണ്ടപ്പോഴാ. അതും നിലവിളക്ക് കൊടുത്ത് ഞാൻ സ്വീകരിച്ച നിന്റെ മുന്നിൽ വെച്ച്. മനസ്സങ്ങ് പതറിപ്പോയി മോളെ. അതല്ലാതെ നിനക്ക് എന്നോട് ഒരു വിഷമവും തോന്നരുത് കേട്ടോ. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ അമ്മ. ഏതായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി നാളെ വിനയേട്ടന് ജാമ്യം കിട്ടണേന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അത്രേ ഉള്ളൂ ചെയ്യാൻ. ശരിയാ, നമുക്കിവിടെ അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ പോവാം. നീയും വന്നാ മതി. ഇല്ലമ്മേ, രാവിലെ ഞാൻ കോടതിയിലേക്ക് പോവും. അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം. നിങ്ങൾ പോയി എനിക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കേ. നാളെ ഇരുട്ടും മുന്നേ വിനയേട്ടൻ ഈ വീട്ടിലുണ്ടാവും, ഉറപ്പാ. കൃഷ്ണ, ഗുരുവായൂരപ്പ, അമ്പലപ്പുഴ കണ്ണ, രക്ഷിക്കണേ. വിശ്വസിച്ച കൂട്ടുകാരന്റെ ചതിയിൽ പെട്ടുപോയതാ എന്റെ മോൻ. അറിഞ്ഞുകൊണ്ട് ഒരപരാധം എന്റെ മോൻ ഇതുവരെ ചെയ്തിട്ടില്ല. നീ വേണം അവനെ രക്ഷിച്ച് തിരികെ വീട്ടിലെത്തിക്കാൻ. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഭഗവാന്? കുഞ്ഞായിരുന്നപ്പോ തന്നെ എന്നെ അനാഥയാക്കി എന്റെ അച്ഛനെ അമ്മയും കൊണ്ടുപോയി. പിന്നീട് കരുതലും അടുപ്പോ എന്താണെന്ന് അറിഞ്ഞത് വിനയേട്ടനെ പരിചയപ്പെട്ടതിന് ശേഷം. ഒരുപാട് കരഞ്ഞും പ്രാർത്ഥിച്ചും വഴിപാടുകൾ നേർന്നു തടസ്സങ്ങൾ തീർത്ത് നീ എനിക്ക് അദ്ദേഹത്തെ തന്നത്. ഇന്നിപ്പോ വിനയേട്ടനല്ലാതെ എനിക്ക് ആരുമില്ല ഈ ഭൂമിയില്. എനിക്ക് മാത്രമല്ല, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും. ആ കുഞ്ഞിനോടെങ്കിലും നീ കരുണ കാണിക്കണം. എന്റെ കൈ പിടിച്ച് വീട്ടിലേക്ക് കയറിയ ദിവസം തന്നെ പാവം വിനയേട്ടൻ വീട്ടിൽ നിന്ന് പുറത്തായി. അത് മതി എന്നെ ഒരു ദുശ്ശകനുമായി ആ വീട്ടുകാരെ കാണാൻ. അതോടെ എന്റേതൊരു ശപിക്കപ്പെട്ട ജന്മമായി മാറും. എല്ലാത്തിനും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. എന്റെ വിനയേട്ടനെ നീ തന്നെ രക്ഷിക്കണം. രക്ഷിച്ച് ഇന്ന് തന്നെ വീട്ടിൽ തിരികെ എത്തിക്കണം. രക്ഷിച്ചേ തീരൂ ഭഗവാനെ. കൃഷ്ണ, ഗുരുവായൂരപ്പ. വിമല എങ്ങോട്ട് പോയി? ഇത്ര നേരമായിട്ടും കണ്ടില്ലല്ലോ. അമ്പലം വലം വെച്ച് ഉപദേവതകളെ തൊഴുകയായിരിക്കും. ഭാഗ്യസൂക്തം, ഹരീന്ദ്രനാഥ്, വിശാഖ നക്ഷത്രം. കഴിഞ്ഞ ആഴ്ച വരെ ഏട്ടൻ വിനയചന്ദ്രനായിരുന്നല്ലോ വഴിപാട്. ആരാ ഈ ഹരീന്ദ്രനാഥ്? വിവാഹമൊക്കെ ഉറപ്പിച്ചോ കുട്ടിയുടെ? ആ, ഏകദേശം. അതെ, ഞാനൊന്ന് തൊഴുത് വലം വെച്ച് വരാം. രസീത് തിരുമേനിക്ക് കൊടുത്ത് വഴിപാട് ചെയ്യാൻ പറഞ്ഞാൽ മതി. അല്ല, അത് പിന്നെ നീ ഇതാർക്കാ വഴിപാട് പറയുന്നേ? ആ, ഭഗവാനെ തൊഴാനല്ലേ ഇങ്ങോട്ട് വന്നത്? ഞാൻ നേരത്തെ വിശാലമായിട്ട് തൊഴുതതാ. ഇതിപ്പോ വിനേട്ടന്റെ പേരിലൊരു ഭാഗ്യസൂക്തവും ശത്രുസംഹാര പൂജയും പറഞ്ഞു. ഏട്ടൻ ഇന്ന് എന്തായാലും ജാമ്യം കിട്ടുന്ന ഉറപ്പാ. കല്യാണം ഭംഗിയായും ലളിതമായും നടന്നല്ലോ. ഞാൻ ഇന്ന് മലയ്ക്ക് പോവുക. ദക്ഷിണ തന്നാൽ ഞാനത് അയ്യപ്പന്റെ മുന്നിലിട്ടേക്കാം. തിരുമേനി. ഓ, അല്ല, വിനയചന്ദ്രൻ എവിടെ? കല്യാണം കഴിഞ്ഞതോടുകൂടി ഭഗവാനെ വേണ്ടതായോ?
അല്ല, എന്തു പറ്റി? ആർക്കും ഒരു സന്തോഷമില്ലാത്തതുപോലെ. എങ്ങനെയാ സന്തോഷിക്കുക? കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കയറി ഉടനെ എന്റെ മോനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയില്ലേ? അവനിപ്പോ പോലീസുകാരുടെ കയ്യിലാ. ആര്? വിനയേന്ദ്രനോ? കഷ്ടമായി പോയല്ലോ. മനഃപൂർവ്വം കേസിപ്പെടുത്തിയതാ. ആര്? കൂടെ നടന്നവൻ തന്നെ. ഇന്നിപ്പം കോടതിയിൽ ഹാജരാക്കും. ജാമ്യത്തിനൊന്നും ശ്രമിക്കുന്നില്ലേ? ഉവ്വ്, വിശ്വാസവഞ്ചന കുറ്റത്തിനാ കേസ് കൊടുത്തത്. വിശ്വസിച്ച് കൂടെ നിന്നവൻ തന്നെ എന്റെ മോനെ ചതിച്ചതെന്ന് ദൈവത്തിനറിയാം. സാരമില്ല, എല്ലാം ഭംഗിയാവും. ചതിക്ക് ഭഗവാൻ കൂട്ടുനിൽക്കില്ല. നമുക്ക് ദോഷം സമയമാണെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിലും തെറ്റുകാരനെന്ന് മുദ്ര കുത്തപ്പെടും. വെറും സമയദോഷം അത്ര തന്നെ. ഏതായാലും ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ തൽക്കാലം തോൽപ്പിക്കാം, പക്ഷേ എന്നേക്കുമായി തോൽപ്പിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ജാമ്യം കിട്ടും. തളർന്നു പോകരുത്, തളരാതെ പ്രാർത്ഥിക്കുക. എന്നും പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം കൂടെ ഉണ്ടാവും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.